KSRTC ബസ് നമ്മൾ കയറി പോകും. സൈഡിൽ നിന്ന് ബസ്സായിരുന്നു. നമ്മളിവിടെ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് വണ്ടി ഇപ്പം നമ്മുടെ കയറിപ്പോകണ രസമാണ്. കയറിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും പതുക്കെ പോവാം. ഓട്ടോറിക്ഷക്കാരൻ ഫ്രണ്ടിലുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവനും കയറില്ല ഇവനും കയറില്ല. നൈസായിട്ട് ആദ്യമായിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വളയുന്നത് ആദ്യമായിട്ട് കാണും. നല്ല കാര്യം. എത്തിച്ചാണല്ലേ. അങ്ങനെ മക്കളെ കോവളം ജംഗ്ഷനെത്തി. ഹൈവേ പിടിച്ചു പോവാം. ഇവിടെ നല്ല തിരക്കാണ്. നമ്മുടെ ഭായിമാരെല്ലാം വന്നിരിപ്പുണ്ട്. രാവിലെ ആരെങ്കിലും ജോലിക്കൊന്ന് വിളിക്കുമെന്ന് നോക്കിയിട്ടൊക്കെ ഇരിക്കുന്നു. എത്ര പെട്ടെന്ന് ഭായിമാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് സെറ്റായതല്ലേ. അവർ ജോലിയൊക്കെ കയറി നമ്മുടെ ആൾക്കാരെല്ലാം വെളിയിൽ പോകുന്നുണ്ട്. ആ ഗ്യാപ്പിൽ അവന്മാരിവിടെ ജോലിക്ക് കയറിയത് എൻ്റെ സത്യം. എല്ലാവരും എന്താ പറയാൻ, നല്ല അടുത്ത് കയറി പോകാൻ ലക്ഷ്യം. ഇവിടെയാണല്ലോ നമ്മൾ തിരികേണ്ട സ്ഥലം. ഇവിടെ ഒരു കട്ടി. ബസ്സൊക്കെ അങ്ങനെ ചവിട്ടുന്നില്ല. അങ്ങ് വിട്ട് വരെ ഒരാൾ വളഞ്ഞ് വന്നുകൊണ്ട് അതിൻ്റെ ദൂരം നടുപ്പത്തിൽ അങ്ങ് വിട്ട് വരെ. ചെറിയ വണ്ടിയൊക്കെ ആയതുകൊണ്ടായിരിക്കും അവർക്ക് നമ്മളെ കാണുമ്പോൾ പുച്ഛം. പറഞ്ഞിട്ടും കാര്യമില്ല. എന്തിയെ അവന്മാർ നമ്മളെ പുച്ഛിക്കുന്ന പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് വലിയ വണ്ടി എടുക്കാൻ പറ്റില്ല. അതതിൻ്റെ വഴിക്ക് നടക്കും. രാവിലെ നമ്മളെ ഓട്ടോച്ചേട്ടൻ വണ്ടിയൊക്കെ കഴിയുന്നില്ല സെറ്റായി ഇത് കുട്ടപ്പനാക്കുക എന്നുള്ള പരിപാടിയാണ്. മൊത്തം ടാക്സിക്കാരുടെ തേങ്ങയൊക്കെ ഗൾഫിൽ നിന്ന് വന്നു. പക്ഷേ ഇപ്പോഴേ കവറോൾട്ടൊക്കെ ചേട്ടന്മാരെ കണ്ടു. ഇവിടെ ഫുൾ ഓണാണ്. എല്ലാം ടൂറിസ്റ്റ് പ്ലേസാണ്. എല്ലാവരും ടാക്സിക്കാരുടെയൊക്കെ അക്കോമഡേഷൻ ഇവിടെയാണ്. അടിപൊളി. ഇവിടുത്തെ ഹോം സ്റ്റേ ആണെന്ന് കൂടുതൽ. പൊളി. മൊത്തം ടാക്സിക്കാരൊക്കെ ഇവിടെ റിസോർട്ടും കാര്യങ്ങളുണ്ടോ ഉണ്ടല്ലോ. പോളീസ് എന്ന് പറഞ്ഞ റിസോർട്ട് കൊള്ളാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് ഇവിടെ താമസിക്കുന്നത്. വേറൊരു വൈബാണ്. എന്താ ഫുൾ ഓണാണല്ലോ.
ഇവിടെ നോക്കിയാണ് ബസ്. അടിപൊളിയാണല്ലോ അവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. എൻ്റെ ആളെ ഒരു വണ്ടി കിടന്ന് നശിച്ചു പോയി. കാണുമ്പോൾ സങ്കടം തോന്നുന്നു. നമുക്കൊക്കെ ആണെങ്കിൽ വണ്ടി വാങ്ങിക്കാനൊന്നും പൈസയില്ല. കിട്ടിയ വണ്ടി നമുക്ക് പൊന്നുമില്ല കൊണ്ടുപോകാം. എന്തായാലും വന്ന് ഇത്രയും ദൂരം വന്നപ്പം പിന്നെ ഇവിടെയും കൂടെ ഒന്ന് കയറാതെ പോകണം ശരിയല്ലല്ലോ. അപ്പം പിന്നെ ഇപ്പം വീണേന ഇവിടെ കയറി കണ്ടിട്ട് പോകാം. എന്താ പണിയല്ലേ. പടങ്ങളൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഇവിടെ. ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. എന്തായാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് പടമൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താ അല്ലേ. പക്ഷെ വൈകുന്നേരമൊക്കെ വന്നിരുന്ന് ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് സമയം ചിലവാക്കാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളിയായിട്ടുണ്ട്. പിറകിലാണ് ഈ ബീച്ച്. എന്തല്ലേ ഭംഗി. അവിടെയൊക്കെ ഷോപ്പാണല്ലോ. ഇനിയേ ഓണാവത്തുള്ളൂ. എല്ലാം ഉണ്ട്, സെറ്റപ്പാണ്. കൊള്ളാം, അടിപൊളി. പൂവൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെടിയൊക്കെ വെച്ച് അടിപൊളിയായി സെറ്റ് ചെയ്ത് ഇവിടെ മറ്റേ സ്റ്റോണൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ ഇടാനുള്ള സെറ്റപ്പ്. വാ, എന്താല്ലേ. പക്ഷേ എന്ത് ചെയ്യാനും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. പാറ പറഞ്ഞ പടി കണ്ടില്ല ഇപ്പം. പിന്നെ നല്ലൊരു ആംബിയൻസ് സെറ്റാണ്. പാടമൊക്കെ വരച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. കളരി ആയിട്ട് ഇതൊക്കെയാണ്. എന്താ ചെടികളൊക്കെ വെച്ച് നല്ല. ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, റിസോർട്ടാണ്. പോകാൻ പറ്റത്തില്ല, പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ പോക്കറ്റ് കയറും. അത്രയ്ക്ക് റേറ്റാണ് ഹോട്ടലുകൾ. അവിടെയൊക്കെയാണെങ്കിൽ നമുക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്തിരുന്ന് വൈകുന്നേരമൊക്കെ ചായയൊക്കെ കുടിച്ച് ഉണ്ട്. അങ്ങനെ സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. കൊള്ളാം, അടിപൊളി. ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം. ഫാമിലിയായിട്ടും വരാം, കൂട്ടുകാരായിട്ടും വരാം. അടിപൊളി. നല്ല രീതിയിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
എന്നാലും കുറച്ചും കൂടെ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ മെയിനായിട്ട് ഈ വരുന്നവർ ആണ് കുറച്ചും കൂടെ വൃത്തിയായിട്ട് സൂക്ഷിക്കും. അതാ പ്ലാസ്റ്റിക് അത് ഇതെല്ലാം ഇട്ടിട്ട് പോകുന്നുണ്ടല്ലേ, എന്ത് ചെയ്യാനും. ഇവിടെ ചെറിയ ഹോട്ടലിൻ്റെ ഒക്കെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു രാത്രി. സീ ഫുഡും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അറിയാം അല്ലേ. അവിടെ ഹോട്ടലൊക്കെ അങ്ങോട്ട് എന്തായാലും പോകണ്ട. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ റൂമും കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ അങ്ങോട്ട് പോയി വെറുതെ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ. അതുകൊണ്ട് പിന്നെ നമുക്കങ്ങോട്ട് പോകണ്ട, അതല്ലേ നല്ലത്. അത് കണ്ടോ, നമ്മുടെ പൂരത്തിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വരച്ച് അടിപൊളിയായിട്ടുണ്ട്. വരച്ച ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് വരച്ചു. ഇവിടെയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്, പടമൊക്കെ വരച്ച്. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ വരുന്നവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഇവരിങ്ങനെ ചവിട്ടി കയറാനുള്ള സെറ്റപ്പാണ് തോന്നുന്നതൊക്കെ. എന്തായാലും കൊള്ളാം. ഇതങ്ങനത്തെ എന്തോ സംഭവമാണ്. അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയും കേട്ടോ. ഈ ചെവിൽ മൊത്തം വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് പാർക്ക് സെറ്റ് ചെയ്തതിൻ്റെ കൊച്ചു കുട്ടികൾക്ക്